നമ്മൾ ഒരു പ്രാവശ്യം എന്താ പറയാ ഈ കഞ്ഞിവെള്ളത്തിൽ പോയിട്ട് തല ഇട്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പണിയെടുക്കോ? അവീതം പൊക്കി ബ്രോ യൂട്യൂബ്. ഓക്കെ ഓക്കെ ഓക്കെ, പറയാനുള്ളവരൊക്കെ പറയും. ഒക്കെ കേൾക്കാൻ ഭയങ്കര ഒരു ആകാംക്ഷ ആയിരിക്കണം. ബിക്കോസ് ഞാൻ കുറെ റിക്വസ്റ്റിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വന്നെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് മൊത്തം ഒന്ന് ഡീൽ ചെയ്യാൻ. ഞാൻ പറയാനുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളെ, ഒരു കുഴപ്പമില്ല. അജു ആയിടാ. എന്താ വാങ്ങിച്ചു അല്ല ഉപ്പും പറയുന്നില്ല. എന്റെ പൊന്നു മക്കളെ, ഒരു കാര്യം പറയട്ടെ ഞങ്ങളോട്. എന്തുട്ട് പറയാ, അവള് പറയുന്നുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ട് അവള് പറയുന്നുണ്ട് എന്ത്, ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് മിസ്രീതി അവളെ കാണാൻ പോയി, എന്തുകൊണ്ട് മിസ്രീതി അവളെ കാണാൻ പോയി എന്ന് ഒരുപാട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അങ്ങനെ ഡിവോഴ്സ് ആവാത്തൊരു പേഴ്സണെ കുറിച്ചിട്ട് അങ്ങനെ ഒരാൾ വീഡിയോ ഇടാൻ പാടുണ്ടോ? അങ്ങനെ ഒരാൾ വീഡിയോ ഇടാൻ പാടുണ്ടോ? അവൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞൊരു പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങളൊരു ഹസ്ബൻഡ്, നിങ്ങളൊരു മാരേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് സമൂഹത്തിന് മുൻപിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവൻ്റെ എല്ലാ ഉടായ്പത്തരങ്ങളും, അല്ലെങ്കിൽ ഉടായ്പത്തരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാതും നിങ്ങൾ വേറൊരാളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുമോ? എൻ്റെ കേസ് നമ്മൾ പയ്യനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു ഫസ്റ്റ്. അങ്ങനെ അവൾക്ക് ഒഴിവാക്കണം എന്നുണ്ടായത് കൊണ്ടല്ലേ അവൾ വീഡിയോ ചെയ്യിച്ചേ. പക്ഷെ എന്നിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങളുണ്ടായി എന്നിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നിട്ടും എന്താ പറയുക, അവളോട് യൂട്യൂബിൽ എന്നായിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും കളഞ്ഞിട്ടില്ല. പോയി എന്തിന്? റീച്ചിന് വേണ്ടിയിട്ടോ, റീച്ചിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോസും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. എൻ്റെ പൊന്നുടാവെ, സമൂഹത്തിന് മുൻപിൽ ഗെയിം കളിച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് അതായത് നിങ്ങളെപ്പോലത്തെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കിയ പേഴ്സണാണ് അവള്. ഒന്നാമത്തെ കാര്യം, ഇത്രയും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ പറയാൻ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ട്. അതിനെന്തായാലും തുറന്ന് പറയും, അണ്ണാക്കിൽ കൊടുക്കുന്ന രൂപത്തിൽ തുറന്ന് പറയും. അതിന് എന്തൊക്കെ ഞാൻ ഫേസ് ചെയ്താലും, ഞാൻ ഏതറ്റം വരെ പോയാലും ഞാൻ എന്തായാലും തുറന്ന് പറയും. വേറെ കാര്യം, പിന്നെ എന്താ പറയുക, ഞാൻ ഇത് ഏതുവരെ പോകുന്ന നോക്കി നിൽക്കായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഒരു വീഡിയോ സ്റ്റോറി ഇട്ടായിരുന്നു, എന്തിട്ട് പറയാ, ഒരു റീലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് സ്റ്റോറി ഇട്ടായിരുന്നു. അതിനപ്പോൾ ഈ ലൈവ് കഴിഞ്ഞ പാടെ ആ റീൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അത് ഞാനല്ല. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന് പ്രശ്നമാണ്. അതായത് ഞാൻ എന്ത് സ്റ്റോറി ഇടും, ഞാൻ എന്താക്കണ, വേറെ മൾട്ടിപ്പിൾ റിലേഷൻ എന്താ, അത് ഇത് ആരാണ് മൾട്ടിപ്പിൾ റിലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൊണ്ടിരിക്കുക, ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരു സീനുമില്ല, എനിക്ക് ആരും ചിലവിന് തരുന്നില്ല. എനിക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കണം. വേറെ ആരും ഈ പറഞ്ഞ ചിലക്കുന്ന ആൾക്കാരൊന്നും എനിക്ക് ചിലവിന് തരാറുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല ഇതുവരെ. ഓക്കെ. പിന്നെ മിസിരിയുടെ കേസ് ഇപ്പം നിങ്ങളാണ് പിന്നെ മിസിരിയുടെ സ്ഥാനത്ത് നിന്ന് വെക്കുക. ഒരാളെ എത്രയെ വെച്ചിട്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ വീട്ടിൽ വിളിച്ച് ബുദ്ധിമുട്ടി, നാട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ 24 മണിക്കൂർ ആ കുട്ടിക്ക് വിളിച്ചാണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ചിലപ്പം ചില കാര്യങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിലുള്ള എല്ലാ വോയിസും കട്ട് അവളെ ആവശ്യങ്ങൾക്കനുസരിച്ച് കട്ട് ചെയ്തിട്ട വോയിസാണ്. ഓക്കെ. ഞാൻ ഒരു വീഡിയോ ഇട്ട എൻ്റെ പൊന്നു മക്കളെ,
നിങ്ങളൊക്കെ ഞാൻ എനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് അവൾ കൊണ്ടുവരാനുള്ളത് ഓരോ പെൺകുട്ടികളായിട്ടുള്ള ചാറ്റും കുറെ വോയിസ് ക്ലിപ്പ് വയ്ക്കാറും. പക്ഷെ ഞാനൊരു വീഡിയോ ഇട്ട് ഞാൻ എൻ്റെ പൊന്നു മക്കളെ, നീ പറയുന്ന കളിയാക്കണ എല്ലാവരും നാളെ ആ കളിയാക്കിയത് എന്താ പറയാ, ഫുള്ള് കളിയാക്കിയതിന് എന്താ പറയാ റിഗ്രറ്റ് അടിച്ച് നിൽക്കും. ഞാൻ ഒരു വീഡിയോ ഇട്ടിങ്ങനെ ഞാൻ പിന്നെ ഇടണില്ല. പക്ഷെ ഇനി ഞാനൊരു ഒറ്റ കാര്യം പറയും, ഇനി അവൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പഠിച്ചവനാണ് സാക്ഷി, ഞാൻ എന്തായാലും വീഡിയോ ഇറക്കും. അത് അവളെ അണ്ണാക്കിലല്ല, അവളെ എല്ലായിടത്തും തട്ടിയിട്ട് വീഡിയോ ഇറക്കും. അവൾ പോലീസ് സ്റ്റേഷനിൽ മിനിയാൻ എന്നെ വിളിപ്പിച്ചിട്ട് പോലീസിൽ കേസ് എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മര്യാദയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അവളെ നാട്ടിൽ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരായി ഒരു കേസ് കൊടുക്കുമ്പോൾ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്താ അറിയോ, കേസ് തീർന്നു വരെ ഒരാളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു ടൈപ്പ് ചെയ്തൊരു ഈ സംഭവം ഇട്ട് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇട്ട സംഭവം അത് അവൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണെന്ന് അവൾ വിചാരിച്ചിട്ട് അവൾ എന്താ ചെയ്തിരിക്കണ അറിയോ, എന്തുട്ടാ അവളൊരു വീഡിയോ ഇറക്കി, മിസ്സിരിയാലല്ലോ ഈ ബി അയ്യോ ഓഹോ എന്തൊക്കെയേ പറഞ്ഞിട്ടിക്കണേ. ഞാൻ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ആരെടുത്താണ് സത്യം ആരെടുത്താണ് ഇതെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഓവർ പിന്നെ എൻ്റെ കുറെ സെക്ഷൽ ഇത് സെക്ഷൽ ചാറ്റ് എൻ്റെ പൊന്ന് കൽബോളെ, ഞാൻ ഒരാളായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഞാൻ ഈ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 3-4 month ആയിട്ട് ഏതെങ്കിലും ഗേൾസിനായിട്ട് മോശമായിട്ട് പെരുമാറിയിട്ട് നീ ആ മോശപ്പെട്ട ഗേൾസിന് വേണമെന്ന് നീ എൻ്റെ അടുത്തോ അല്ലാന്ന് നീ കംപ്ലൈന്റ് ആയിട്ട് പോവാം. ഇത് ഓരോരുത്തരിട്ട് 1000 വിട്ടുകൊടുത്തിട്ട് 500 വിട്ടുകൊടുത്തിട്ട് എല്ലാവരും മെസ്സേജ് അയക്കൂ. എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും സെക്ഷലായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടതാട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് കൊണ്ട് ചെയ്യിപ്പിക്കുക. ഞാൻ ഒറ്റ കാര്യം ചെയ്യട്ടെ, ഞാൻ സെക്ഷൽ മെസ്സേജ് അയച്ചിട്ടില്ലാതിരിക്കാം, ഇനി അയച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഒരു സെക്ഷൽ വീഡിയോ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ സെക്ഷൽ വീഡിയോ ഓർ സെക്ഷൽ ചാറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ സെക്ഷൽ ചാറ്റ് നമ്മളൊരു പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയിട്ട് അയ്യോ ഡാ എനിക്ക് നിന്നെ കളിക്കണം, എനിക്ക് നിന്നെ അതാക്കണം ഇതാക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ പറയോ? ഏതെങ്കിലും കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും അങ്ങനെ പറയോ? ഉണ്ടോ? ആരെങ്കിലും പറയുന്ന ആൾക്കാരുണ്ടോ? നമ്മളടുത്ത് ഇങ്ങോട്ട് നല്ലപോലെ നിൽക്കുമ്പോൾ നമ്മൾ അതിലോട്ട് പോവും, സ്വാഭാവികം. ഏത് ബോയ്സ് ആണെങ്കിലും ഓക്കെ. നമ്മളുടെ ഒരു ഡിപ്രസ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് എനിക്ക് ഉള്ളത് പറയാനുള്ള സ്റ്റേഷനിൽ നിന്ന് അവളെ ഉമ്മല്ല അവളെ ഉപ്പാന്റെയും പോലീസുകാരെ മുൻപ് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞേ എനിക്ക് ഇവളോട് യാതൊരു തരത്തിൽ ഫീലിങ്സ് ഇല്ല, എന്നെ ഇങ്ങോട്ട് വോയിസ് ചെയ്യിപ്പിക്കലാണെന്ന് അവളെ ഉപ്പാന്റെ മുഖത്ത് നോക്കി ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞേ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവൾ ഇനിയൊരു വീഡിയോ ഇടട്ടെ, ഇനി ഒറ്റ വീഡിയോ ഞാൻ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയെ വെല്ലുവിളിക്കുക, ഇനി ഏതെങ്കിലും തരത്തില് ഒരു വീഡിയോ ഇടട്ടെ. ഓൾ ഇന്റെ ഒരു എന്താ പറയാ നോട്ട് വീഡിയോ അങ്ങനെ എന്താ പറയാ മിസിരിയുടെ എക്സിന് അങ്ങനെ എന്താ വിട്ടുകൊടുത്തിട്ട് ആ ചെക്കൻ എന്താ എനിക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ ഏത് നോട്ട് വീഡിയോ ഓക്കെ ഞാൻ അങ്ങനത്തെ നോട്ട് വീഡിയോ ഉണ്ടെന്ന് വെക്കുക. ഈ ഫസ്മിന എന്ന പേഴ്സൺ എൻ്റെ കൂടെ ജീവിച്ച പേഴ്സണാണ്. എൻ്റെ അടുത്ത് ആളെടുത്ത് എന്തെല്ലാം ഫോട്ടോസ് എന്തെല്ലാം വീഡിയോസ് എൻ്റെ അടുത്ത് ഉണ്ടാകാം. ഞാൻ എന്തെങ്കിലും അവളെ മാതിരി പരിപാടി ഞാൻ എന്തായാലും എടുക്കത്തില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്തായാലും ഒരാൾ നോഡ് പിക്സ് നോഡ് വീഡിയോസും വെച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ ഫോട്ടോസ് നമ്മളെ വീഡിയോസും വെച്ചിട്ട് ആരൊക്കെ ചെയ്യും അതേമാതിരി ഞാൻ അതുപോലെ തന്നെ അവൾ എന്തോ ചെയ്യുന്നു അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യും. അവൾക്ക് ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നു, ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ഫസ്മിന ഹുസൈൻ എന്ന സാക്കിറുടെ പുത്രി താങ്കൾ അനുഭവിക്കും. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് താങ്കൾ തന്നെ റിഗ്രറ്റ് അടിച്ച് വേണ്ട എന്ന് വെക്കും ഇത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അവൾക്ക് ഇനി അവള് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ എല്ലാ തെളിവ് സഹിതം എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി, ആ ഒരു പെൺകുട്ടി വന്നിട്ടാണോ അവൾ എൻ്റെ ലൈഫിൽ നിന്ന് ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയത് ഒരു ഗേൾ വന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീട്ടിൽ അങ്ങോട്ട് പോലീസിനെ വിളിച്ചിരുത്തി. കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയാം, പൊന്നു സാറേ എൻ്റെ ബാഗും സാധനം എടുത്തിട്ട് എന്നെ ഒന്ന് വിടാൻ പറയുന്നതാണ്. കാരണം എനിക്ക് നമ്മൾ ഈ ഒരു ജയിലിൽ ഇട്ടാണ്ട് എന്തോട്ട് പറയാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയണേ. എൻ്റെ അടുത്ത് വീഡിയോ സഹിതമുണ്ട്.
പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ, നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുക. അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് വെക്കുക, ഒരു ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ ഇതിലും വെക്കുക, എന്ത് നിങ്ങൾ നോർമൽ വാട്സപ്പിൽ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്യുക. നമുക്ക് നൂഡായിട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം. ഞാൻ ചാറ്റ് ചെയ്ത പേഴ്സണാണ് അത്. ഞാൻ ചാറ്റ് ചെയ്ത കാര്യങ്ങൾ ചാറ്റ് ചെയ്തതിന് അംഗീകരിക്കണം. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരാളടുത്ത് ഫീലിങ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പക്ഷെ മറ്റുള്ളവർ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടുകൊടുക്കും. നമ്മളായിട്ട് അത്രയും അടിപൊളിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ വിട്ടുകൊടുക്കുന്ന അവരെ പേരാണ് പക്കാ ഊമ്പത്തരാണ് അവർ ചെയ്യുന്നത്. എന്തോ ആയിക്കോട്ടെ, നമ്മളടുത്ത് ഇങ്ങോട്ട് ആരും സെക്ഷൽ മൈൻഡിൽ നിൽക്കാത്ത പക്ഷം നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരെടുത്തും ഉണ്ടാക്കാറില്ല. ഓക്കെ, എനിക്കിത് ഈ ടൈമിൽ പറയണമെന്നുണ്ടായിട്ടല്ല. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടന്നിട്ട് ഇങ്ങോട്ട് ഉറക്കം കിട്ടണില്ല. എന്താ ചെയ്യാം, ഈ ഫസിയുടെ ഓരോ വീഡിയോസും കണ്ടിട്ട്. പിന്നെ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് എനിക്ക് ഓരോരുത്തർ കമന്റ് ഇടാം, നിനക്ക് ഇതന്നെ പണി, എനിക്ക് ഇതന്നെ പണി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ സ്റ്റോറി ഇട്ട് ഒരു റീലിന്റെ ഒരു പാർട്ട് എടുത്തിട്ട് സ്റ്റോറി ഇട്ടാണ്. ഓക്കെ, അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇറ്റ്സ് നോട്ട് മീ. ഓക്കെ, അത് ഞാൻ ഇപ്പം തന്നെ ആ റീൽ വേണമെങ്കിൽ സ്റ്റോറി ഇട്ട് കാണിക്കാം, നോ പ്രോബ്ലം. ഞാൻ അങ്ങനത്തെ വേറെ ഒരു മൂഞ്ചി കുത്തിയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെ ഷോൾഡറും കയറ്റിയെടുത്ത് കിടക്കുന്ന ടൈപ്പ് ആളല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പിന്നെ അവളെന്തായാലും വീഡിയോ ഇട്ടതിന് ഞാൻ എന്തായാലും ഇനിയൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഞാൻ എന്തായാലും റിയാക്ഷൻ വീഡിയോ ചെയ്യും, എന്തായാലും ഉറപ്പാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവളെ വെല്ലുവിളിക്കാൻ ഈ നിമിഷം പറയുന്നത്, അവളെ വെല്ലുവിളിക്കണേ. അവൾക്ക് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷിബിലി ആരാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതിനെ അറിയിച്ചു കൊടുക്കും ചെയ്താൽ എന്തായാലും വീഡിയോ ചെയ്യും. നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്തിലും വേണ്ടില്ല, ഒന്നും ചെയ്തിലും കുഴപ്പമില്ല, സത്യാവസ്ഥ അറിഞ്ഞാൽ മതി. എനിക്ക് അവളെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട, ഒന്നും വേണ്ട, ഒരു തേങ്ങയും വേണ്ട, എനിക്ക് അക്കൗണ്ടേ വേണമെന്നില്ല. എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് മറ്റു കാര്യം പറഞ്ഞാൽ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, എൻ്റെ കൂടെ ജീവിക്കണം. എന്നിട്ട് ഡിവോഴ്സിന്റെ പേപ്പറിൽ സൈൻ ചെയ്യും. ഡിവോഴ്സ് ചെയ്യാൻ ഞങ്ങൾ ലീഗലായിട്ട് മാരേജ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നിക്കാ കഴിഞ്ഞിട്ടുള്ളൂ. നിക്കാ പള്ളി കമ്മിറ്റി എന്നൊരു സംഭവം വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിലും ഏത് ടാബിൾ ടുമോറോ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുക, നോ പ്രോബ്ലം. ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് അറിയിക്കുന്നതല്ല. പിന്നെ എന്നെ അങ്ങനെ എന്താ പറയാ, ഞാൻ എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ നിക്കാ കഴിച്ചു പോയി, അത്രേ എനിക്ക് പറയാനുള്ളൂ ഗായ്സ്. എന്താ പറയാ, ഈ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയുടെ ഇത് ഇനി അവള് വീഡിയോ ഇട്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. ഇനി ഫസ്മിന എന്ന പേഴ്സൺ ഇനി വീഡിയോ ഇട്ടിട്ട് ഞാനൊരു ഓളെന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുള്ള് തെളിവ് സഹിതം ഞാൻ വീഡിയോ ഇടും. വീഡിയോ ഇട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തി അന്ന് അതായത് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇൻസ്റ്റ സോഷ്യൽ മീഡിയ എല്ലാത്തിനും വിട പറയും, അത് ഉറപ്പാണ്. ബിക്കോസ് എനിക്ക് ലെല്ലോ ആൻഡ് ഓൾസോ ഈ അവള് മുഖാന്തരം കിട്ടിയ റീച്ച് എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനത്തെ റീച്ചേ വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു അക്കൗണ്ടും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അവളും അവളെ റീച്ചും ഒക്കെ ആയിട്ട് അവള് പള്ളിക്കാട്ടിലോട്ട് പൊക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ പറയാന്. അപ്പോ നിങ്ങൾ എല്ലാവരും അവളോട് പോയി പറയും തെളിവ് സഹിതം എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി, എന്താണ് റീസൺ, എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. ഈ 2 ക്വസ്റ്റ്യൻ, മിസ്സിൽ വന്നിട്ടാണോ ബ്രേക്കപ്പ് ആയത്, ഇത് രണ്ടും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അവരോട് പോയി ചോദിക്കുക. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആയി നോക്കുക അവളോട്. രണ്ടാമത്തെ കാര്യം, മിസ്സിരി വന്നിട്ടാണോ നിങ്ങൾ ബ്രേക്കപ്പ് ആവുള്ള റീസൺ എന്ന് ചോദിക്കുക. മൂന്നാമത്തെ കാര്യം, നായി മോനെ പട്ടി മോനെ വിളിച്ചോ. താങ്ക് യു സോ മച്ച്. ഒരു പ്രശ്നമില്ല അറിയാം, താങ്കൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം. താങ്കൾ ഇതിന്റെ സത്യാവസ്ഥ അറിയാത്തോണ്ടല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ അവളെ ഏതെങ്കിലും ഡമ്മി അക്കൗണ്ട് ആയിക്കാരം. ഈ ഒറിജിനൽ അക്കൗണ്ട് വന്നിട്ട് ആരും തെറി വിളിക്കാറില്ല. പക്ഷെ ഒറിജിനൽ അക്കൗണ്ട് തെറി വിളിക്കുന്ന ആൾക്കാർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ അവളെ എല്ലാ സ്വഭാവങ്ങളും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം, ഞാൻ അവളെ ലൈഫിൽ വന്നിട്ടാണ് അവളെ നെഗറ്റീവ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഒന്നിനെ നിന്നിട്ടില്ല. അതായത് ഞാനായിട്ട് ബ്രേക്കപ്പ് ആക്കിക്കോട്ടെ, ഞാനായിട്ട് ഇതായിക്കോട്ടെ, ഓള് അങ്ങനെങ്കിലും ഓള് നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം അവളെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല. ഒരു ഇതും എൻ്റെ ഗസ്റ്റ് എന്ന വ്യക്തി വീഡിയോ ഇട്ട ടൈമിൽ തന്നെ, സ്റ്റോറി ഇട്ട ടൈമിൽ തന്നെ ഇവള് അപ്പം തന്നെ സ്റ്റോറി ഇട്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങൾ കാണുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ എൻ്റെ ഗസ്റ്റ് തന്നെ അപ്പം സ്റ്റോറി ഇട്ട് ഇവള് വിട്ടെടുത്ത എവിഡൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കണേ, എൻ്റെ ഗസ്റ്റ് വീഡിയോ ഇട്ട്. ഇപ്പൊ അവളുള്ള ഫോളോ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ പറയാം, എൻ്റെ ഗസ്റ്റ് പിന്നെ വേറെ 2 പയ്യന്മാരെ മാത്രം ഫോളോ ചെയ്യുന്നുള്ളൂ.
എന്തായാലും ഞാൻ എന്തൊക്കെയാ പറയണമെന്ന് എനിക്ക് തന്നെ പിടുത്തം കിട്ടുന്നുണ്ട്. കാരണം ടെൻഷനും പിന്നെ അതേമാതിരി എനിക്കിങ്ങനെ എന്താ പറയാ റിവെഞ്ചും ഒക്കെപ്പാട് എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിങ്ങനെ തോന്നുന്നു. എന്തായാലും അവള് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ 1 അവറിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ ഇറക്കും. വീഡിയോ ഇറക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. ഓക്കെ, ഡോണ്ട് വറി. അവള് വേറെ ആരുടെ കൂടെ പോയതിന് തെളിവുണ്ടോന്നോ? ഞാൻ ഒരിക്കലും അവൾ വേറൊരാളുടെ കൂടെ പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ അത് പറയുക. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്, വീഡിയോ അതായത് ഈ ഞാനും അവളും ബ്രേക്കപ്പ് ആവുള്ള റീസൺ എന്താന്ന് അവളോട് ചോദിക്കാൻ, ഞാൻ കാരണത്താലാണോ ബ്രേക്കപ്പ് ആയി എന്ന് അവളോട് ചോദിക്കാൻ വേണ്ടി പറയാം. ഓക്കെ, അല്ലാതെ 4-5 കൊല്ലം മുൻപുള്ള അല്ലെങ്കിൽ 1 ഇയർ മുൻപുള്ള 6 മന്ത് മുൻപുള്ള ചാറ്റും ബുക്കി പിടിച്ച് വരരുത്. ഓക്കെ, മനസ്സിലായോ? ഞാൻ അവളായിട്ട് റിലേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം എന്താന്ന് നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുക. പിന്നെ ഫസി ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, റുക്സാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിനെ ഫസി ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം. ആ വ്യക്തി എൻ്റെ ഫസിയുടെ താത്തയാണ്, അതായത് എൻ്റെ മൂത്തജിയാണ്. ആ മൂത്തച്ചിയുടെ ഹസ്ബൻഡും ഇതേ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അവരുടെ പോസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ കുടുംബപരമായിട്ട് ഇങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അവൾ വീഡിയോ ചെയ്യട്ടെ, മൊത്തം നട്ടുകൊണ്ടില്ല. എത്ര നാളെ എനിക്ക് കുഴപ്പമില്ല. അവൾ എൻ്റെ എത്രത്തോളം എന്തൊക്കെ പിക്ക് ഇടണം അതിന്റെ ഡബിൾ പിക്ക് എൻ്റെ അടുത്തുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ടേന്ന്, പക്ഷെ അവൾ ഇടട്ടെ, നോ പ്രോബ്ലം. വാച്ച് ആൻഡ് സീ. കിടന്നത് മറ്റൊരാളെ കൂട്ടി വന്നിട്ട് താങ്കൾ കണ്ടിരുന്നു ഞാൻ വേറൊരാളെ കൂട്ടി പോയത്? കണ്ടിരുന്നോ? താങ്കൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ ഒന്ന് തെളിവ് സഹിതം കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഓക്കെ